ഇന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിൻ്റെ 6ാമത്തെ ദിവസം തുടങ്ങുകയാണ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും, അതായത് ഓരോ തൊഴിൽ മേഖലകൾക്കും വേണ്ടിയാണ് നന്ദി പറയേണ്ടത്. 2 വ്യക്തികൾ ഒരേ തൊഴിൽ ഒരേ സമയം തുടങ്ങിയിട്ട് ഒരാൾ മറ്റേ ആളേക്കാളും വിജയിക്കുകയും കൂടുതൽ വിജയത്തിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്നതും മറ്റേ വ്യക്തി എത്ര പരിശ്രമിച്ചിട്ടും വിജയിക്കാനാകാതെ കരിയറിൽ താഴോട്ടു പോകുന്നതും എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇവിടെ വിട്ടുപോയത് ഗ്രാറ്റിറ്റ്യൂഡാണ്. എന്തെന്നാൽ ആകർഷണ നിയമം അനുസരിച്ച് വിജയത്തെ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ നിങ്ങൾക്കുള്ളത് എന്താണോ അതിൽ നിങ്ങൾ കൃതജ്ഞാലുവായിരിക്കണം എന്നതാണ്. വിജയം നേടാനും നിങ്ങളുടെ തൊഴിലിലോ പ്രവൃത്തിയിലോ നല്ല കാര്യങ്ങൾ, ഉദാഹരണത്തിന് അവസരങ്ങളും പ്രമോഷനുകളും മികച്ച ആശയങ്ങളും പണവും പ്രചോദനങ്ങളും മതിപ്പും ധാരാളമായി ഉണ്ടാകുന്നതിന് നിങ്ങളുടെ തൊഴിലിനോടോ പ്രവൃത്തിയോടോ കൃതജ്ഞയുള്ളവർ ആയിരിക്കണം എന്നതാണ്. നിങ്ങൾക്ക് എത്രത്തോളം നന്ദിയുണ്ടോ അതിലേറെ നന്ദി പ്രകാശിപ്പിക്കാൻ തക്ക കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിലുള്ള എന്തെങ്കിലും വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴുള്ളവയിൽ അങ്ങേയറ്റം നന്ദിയുള്ളവർ ആയിരിക്കണം എന്നതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ജോലിയോട് നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ ആ ജോലിക്ക് വേണ്ടി നിങ്ങൾ സ്വാഭാവികമായി തന്നെ കൂടുതൽ പ്രയത്നിക്കും. നിങ്ങളുടെ തൊഴിലിനെ കൂടുതൽ പ്രാധാന്യത്തോടെ കാണുമ്പോൾ അതിൽ നിന്ന് കൂടുതൽ പണവും വിജയവും നിങ്ങൾക്ക് തിരികെ ലഭിക്കും. അതുപോലെ നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങളുടെ കച്ചവടത്തിൻ്റെ മൂല്യം നിങ്ങളുടെ കൃതജ്ഞ അനുസരിച്ച് കൂടുകയോ കുറയുകയോ ചെയ്യും. നിങ്ങളുടെ കച്ചവടത്തോടും കസ്റ്റമേഴ്സിനോടും ജീവനക്കാരോടും നിങ്ങൾ എത്രത്തോളം കൃതജ്ഞതയുള്ളവരാണോ അത്രത്തോളം ബിസിനസ് വളരുകയും വർദ്ധിക്കുകയും ചെയ്യുന്നു. നിങ്ങളൊരു രക്ഷിതാവാണെങ്കിൽ കുട്ടികളുടെ പരിപാലനവും വീട് നോക്കുന്നതുമാണ് നിങ്ങളുടെ ജോലിയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ സമയം കൃതജ്ഞതാഭരിതരായിരിക്കാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കുക. നിങ്ങൾ കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് അവിടെ പ്രകടിപ്പിക്കുമ്പോൾ കൂടുതൽ മനോഹരമായ നിമിഷങ്ങളും കൂടുതൽ സന്തോഷവും ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടും എന്നുള്ളതാണ്. ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത്, നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾ, അതായത് ജോലിയാവാം, ബിസിനസ് ആവാം, അതിനുവേണ്ടി നന്ദി പറയുക എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും, ഓരോ ജോലിയിലുള്ള ഓരോ കാര്യങ്ങൾക്കും, അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും, നിങ്ങളുടെ കൂടെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഓരോ ആളുകൾക്കും വേണ്ടി നന്ദി പറയുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത്. 2ാമത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ ഉപയോഗിക്കുക എന്നതാണ്. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ എടുത്ത് ഉള്ളം കയ്യിൽ വെച്ച് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഓരോ സന്തോഷ സൗഭാഗ്യ നിമിഷങ്ങൾക്കും വേണ്ടി നന്ദി പറയുക എന്നതാണ് 2ാമത്തെ പ്രാക്ടീസ്. 3ാമത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഡേ 1 നിങ്ങൾ എഴുതിയ ഫസ്റ്റ് ഡേ നിങ്ങൾ എഴുതിയ ഡ്രീം ലിസ്റ്റ് എടുത്ത് വായിക്കുക എന്നതാണ് 3ാമത്തെ പ്രാക്ടീസ്. താങ്ക് യു.